ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഹക്കായുടെ പാർട്ട് 3 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ സെയ്യൻ കിങ്ങും അതുപോലെ ഗോക്കുവും തമ്മിൽ ഫൈറ്റ് ചെയ്ത് അവസാനം അതിൽ സെയ്യൻ കിങ് ജയിക്കുന്നതാണ്. അങ്ങനെ അതിനുശേഷം എല്ലാവരും നമ്മുടെ പാലസിലെത്തിയ ഉടൻ തന്നെ നമ്മുടെ ഗോക്കു കിങ്ങിനോട് പറയാൻ തുടങ്ങും, ഞാൻ ഫൈറ്റ് ചെയ്തതിൽ വെച്ച് ഇത്രയും ശക്തനായ ഒരു സെയ്യനെ ഇതുവരെ കണ്ടിട്ടില്ല, നിന്റെ ഉള്ളിൽ ഇനിയും ഒരുപാട് പവേഴ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോക്കു കിങ്ങിനോട് പറയും. എന്നാൽ കിങ്ങും സെയിം ഡയലോഗ് തന്നെയാണ് ഗോക്കുവിനോടും പറയുന്നത്, നിന്റെ ഉള്ളിലും ഒരുപാട് പവേഴ്സ് ഉള്ള കാര്യം എനിക്കറിയാം. അപ്പോഴാണ് ഗോക്കു പറയുന്നത്, ശരിയാണ്, എന്റെ ഉള്ളിൽ ഇനിയും ഒരുപാട് പവേഴ്സ് ഉണ്ട്, എന്നാൽ അതൊന്നും ഞാൻ ഇപ്പോൾ മാസ്റ്റേർഡ് ചെയ്തിട്ടില്ല. മാസ്റ്റേർഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോക്കുവിനോട് പറയും. അങ്ങനെ അതിനുശേഷം ഗോക്കു നമ്മുടെ കേലും കോളിഫ്ലയും ഇവിടെയല്ലേ, അവർ എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ തന്നെ കാബ ഇത് കേട്ട് പറയും, ഇതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ചോദിക്കരുത്. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഗോക്കുവിനും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് സെയ്യൻ കിങ് പറയുന്നത്, നമുക്കറിയാവുന്ന ഈ ഒരു കേല് നമ്മുടെ സെയ്യൻ കിങ്ങിന്റെ മകളാണ്. അപ്പോഴേക്കും ഗോക്കു ഞെട്ടിക്കൊണ്ട് പറയും, എന്ത്, കേല് നിങ്ങളുടെ മകളാണെന്നോ? അപ്പോഴേക്കും സെയ്യൻ കിങ് പറയും, നീ അവളെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൊണ്ടുപോകാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോക്കുവിനോട് പറയുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിനുശേഷം നമ്മുടെ ഗോക്കു, കാബ, വാഡോസ് ഇവർ 3 പേരും ചെയ്ത് നമ്മുടെ കേലും കോളിഫ്ലവറുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇവർ പറന്നു പോകുന്ന വഴിയാണ് നമ്മുടെ കാബ ഇവരോട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നത്. നമ്മുടെ ഈ ഒരു സെയ്യൻ കിങ് ഒരുപാട് കാലമായി ഇവിടെ ജീവിച്ചാലും എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കിങ്ങിന്റെ റൂൾസ് ഒക്കെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ ഈ ഒരു രാജ്യത്തെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എതിർത്തുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാബ് പറയുന്നു. കൂടാതെ ഇവരുടെ പ്രധാന ക്യാപ്റ്റൻ എന്ന് പറയുന്നതിൽ ഒരാള് നമ്മുടെ കോളിഫ്ലയാണ്. ആ കോളിഫ്ലയുടെ കൂടെ സപ്പോർട്ടായിട്ടാണ് നമ്മുടെ കേലും ഉള്ളത്. കിങ്ങിന്റെ മകളായിട്ടുള്ള കേല് രാജ്യത്തിന് തന്നെ ഒരു ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാബ ഇവരോട് പറയാൻ തുടങ്ങുന്നു. അങ്ങനെ അവസാനം അവർ പറന്ന് നമ്മുടെ കേലും കോളിഫ്ലയുള്ള ആ ഒരു സ്ഥലത്തെത്തുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും നമ്മുടെ ഗോക്കുവിനെ കണ്ട്, എന്ത്, നീയും ഗോഡോ ഡിസ്ട്രക്ഷനായി മാറും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഈ സമയം എടുത്തു നോക്കിയാൽ നമ്മുടെ കോളിഫ്ലക്ക് ആണെങ്കിൽ ടൂർണമെന്റ് ഓഫ് പവറിൽ ഡിഫീറ്റ് ആയത് കൊണ്ട് ആ ഒരു ദേഷ്യം തന്റെ മുഖത്ത് നല്ല രീതിയിലുണ്ട്. അപ്പോൾ തന്നെ കോളിഫ്ല പറയും, ഓ, നീ ഇപ്പോൾ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയില്ലേ, എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മുടെ ഗോക്കുവിനോട് പറയുമ്പോൾ ഗോക്കു തിരിച്ചു പറയും, നിങ്ങളൊക്കെ അന്നേ ഞാൻ ഡിഫീറ്റ് ചെയ്തതല്ലേ, കൂടാതെ ഞാനിപ്പോൾ ഒരു ഗോഡാണ്, നിങ്ങൾ അതിനൊന്നും വളർന്നില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ കോളിഫ്ലയ്ക്കും കേലിനും ദേഷ്യം വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഫ്യൂഷൻ ഡാൻസ് ചെയ്ത് ഫ്യൂഷനായി മാറുന്നു. സത്യം പറഞ്ഞാൽ ഇത് കണ്ട സമയത്ത് നമ്മുടെ ഗോട്ടൻസിനെയാണ് ഓർമ്മ വന്നത്. കാരണം അവർ എങ്ങനെയാണോ സൂപ്പർ സീൻ 3 ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറുന്നത് അതുപോലെയാണ് ഇവരും ഇപ്പോൾ മാറിയിട്ടുള്ളത്. അങ്ങനെ ഗോക്കുവിനും അത്യാവശ്യം ഇൻട്രസ്റ്റ് വന്ന്, എന്നാൽ പിന്നെ ഞാനും ഒന്ന് നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ വാഡോസ് ഗോക്കുവിനെ ഒന്ന് തട്ടിയിട്ട് പറയും, ഇപ്പോൾ ഓൾറെഡി വീക്കായിട്ടാണ് ഉള്ളത്, ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് വാഡോസ് ഗോക്കുവിനും കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ നമ്മുടെ കൂളറും ഫ്രീസയാണ് കാണിക്കുന്നത്. ഇവരെ രണ്ടുപേരും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ അതിനിടയിലാണ് ഇവർ പറയുന്നത്, ജിനംബയെ പോലെയുള്ള ഇനിയുള്ള മോൺസ്റ്റേഴ്സിനെ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ സുനോയുടെ അടുത്ത് പോയി എവിടെയാണോ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് ഇവർ പ്ലാൻ ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം ഇവർ സുനോയുടെ പ്ലാനറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രീസയും കൂളറും കൂടി നമ്മുടെ സുനോയുടെ പ്ലാനറ്റിൽ എത്തുന്നു. എന്നാൽ പ്ലാനറ്റിൽ എത്തിയപ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കീ എനർജി ഇവർ സെൻസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇവർ നോക്കുന്ന സമയത്തായിരിക്കും അവിടെ ഉണ്ടായ സുനോയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ മരിച്ച നിലയിലാണ് കാണുന്നത്. കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഹം പോലുള്ള ഒരു ഡ്രാഗൺ സുനോയെയും കടിച്ചു പിടിച്ച് അതിന് മുകളിലായി ഒരു മോൺസ്റ്ററിനെയും കാണുന്നു. അപ്പോൾ തന്നെ കൂളർ പറയും, ഇപ്പോൾ തന്നെ ഇവന്റെ കാര്യം തീർക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇത് കേട്ടയുടെ തന്നെ ഫ്രീസ പറയും, വേണ്ട, ഞാൻ ഇതുവരെ സെൻസ് ചെയ്തതിൽ വെച്ച് എന്തോ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കീ എനർജിയാണ് ഇവന്റെ ഉള്ളിലുള്ളത്, നമ്മൾ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കാര്യത്തിലും ഏകദേശം തീരുമാനമാകും എന്ന് നമ്മുടെ ഫ്രീസയ്ക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നു. അങ്ങനെ ആ ഒരു മോൺസ്റ്ററും ഇവരെ കണ്ട് ഇവരോട് കുറച്ച് കോമഡി ഒക്കെ അടിച്ചതിന് ശേഷം ഒരു മാജിക്കൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് ടെലിപ്പോർട്ട് വെച്ച് ഇവിടെ നിന്ന് സുനോയെ എടുത്ത് പോകുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമ്മുടെ ഫ്രീസയും കൂളറും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഇനി ഇവർ എന്താണ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫ്രീസയും കൂളറും ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ തന്നെ ഈ സമയം ദൂരെ നിന്നും ഒരുത്തൻ ഇതൊക്കെ കാണുന്നുണ്ടാകും. അങ്ങനെ അതിനുശേഷം കുറച്ചു പേരെയാണ് കാണിക്കുന്നത്. ഇവർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ ഡ്രാഗൺ ബോളിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. സൂപ്പർ ഡ്രാഗൺ ബോളിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓരോ ഡ്രാഗൺ ബോൾസും പ്ലാനറ്റിന്റെ അത്ര വലിപ്പമുള്ളതാണ്. അങ്ങനെ
അങ്ങനെ ഈ ഒരു ഡ്രാഗൺ ബോൾസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തതിനു ശേഷം അവിടെയുള്ള ഒരു പെണ്ണ് പറയും, എനിക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വളരെ ഇഷ്ടമാണെന്ന് പറയുന്നു. കൂടാതെ അതിലൊരുത്തൻ ഇനി സലാമയുടെ പവേഴ്സ് ഒന്നും ഇവിടെ വർക്കാകില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട്. ഈ സലാമ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ ഒരു സൂപ്പർ ഡ്രാഗൺ ബോൾ ക്രിയേറ്റ് ചെയ്ത പുള്ളിക്കാരനാണ് സലാമ. അങ്ങനെ അതിനുശേഷം ഇവരുടെ ടീമിലുള്ള 4 പേരെയും കാണിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ സീരിയൽ പ്ലാനറ്റ് കാണിക്കുന്നു. ഡ്രാഗൺ ബോളിൽ നമ്മുടെ ഗ്രനോള ആർക്ക് കണ്ടവർക്ക് മനസ്സിലാകും സീരിയൽ പ്ലാനറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രനോളയ്ക്ക് നമ്മുടെ ഫ്രീസ ജീവനോടെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ ഒരു നാമക്കിന്റെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ സമയം ആ ഒരു നാമക്കൻ പറയുന്നുണ്ട്, നീ ഇനി റിവെഞ്ചിനൊന്നും പോകാൻ നിൽക്കേണ്ട, ഇപ്പോൾ ജീവിക്കുന്നത് പോലെ സമാധാനമായിട്ട് ജീവിച്ചാൽ മതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടായ ഒരു ഡ്രാഗൺ ബോൾ ഇല്ലേ, ആ ഒരു ഡ്രാഗൺ ബോൾ കല്ലായി മാറുന്നു. അങ്ങനെ എന്താണ് നടക്കുന്നതെന്ന് ഇവർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ അതിനുശേഷം നമ്മുടെ നാമക്കൻ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. അങ്ങനെ ഇവിടെയുള്ള ഡ്രാഗൺ ബോൾസ് ഒക്കെ കല്ലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കും മനസ്സിലാകുന്നു. കൂടാതെ നമ്മുടെ ഡെന്റെയും പിക്കലെയും ഇതൊക്കെ ഇവർ സെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെയും നമ്മുടെ ഡ്രാഗൺ ബോൾസ് ഡിസ്ട്രോയ് ചെയ്ത ആ ഒരു ആൾക്കാരെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവരുടെ ഇടയിൽ നേരത്തെ ആ ഒരു സുനോയെ കടത്തിക്കൊണ്ട് പോയ ഒരുത്തനില്ലേ, അവനും ഇവിടെ വരുന്നു. അവൻ വന്നയുടൻ തന്നെ ഇവരോട് പറയും, അയ്യോ നിങ്ങൾ സൂപ്പർ ഡ്രാഗൺ ബോൾ ഡിസ്ട്രോയ് ചെയ്തോ, എനിക്ക് മാത്രം അത് കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. അതായത് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണ് അവനും. അങ്ങനെ അവർ പറയും, ഇനി ആർക്കും നമ്മളെ തൊടാൻ കഴിയില്ല, പ്രത്യേകിച്ച് സലാമയുടെ പവേഴ്സ് ഒന്നും ഇനി വർക്കാകില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഒരു കുഴപ്പവുമില്ല, ഇനിയൊക്കെ നമ്മളുടെ പ്ലാൻ പോലെ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഒരു റൂമാണ് കാണിക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്ന് ഇവിടെ ഒരു ചർച്ച നടത്തുകയാണ്. അങ്ങനെ അവർ പറയാൻ തുടങ്ങും, ഇപ്പോൾ ഈ യൂണിവേഴ്സിൽ ഒന്നും അത്ര ശരിയായിട്ടാണ് പോകുന്നത് എന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. ആ ഒരു സെലസ്റ്റിയൽ മേജേഴ്സ് അവരുടെ റിലത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല. കൂടാതെ അവർ സുനോയുടെ അടുത്ത് പോയി സുനോയെയും തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നു. അതായത് നേരത്തെ ആ ഒരു സുനോയെ പിടിച്ചതും ഡ്രാഗൺ ബോൾ ഡിസ്ട്രോയ് ചെയ്ത ആൾക്കാരൊക്കെ ഇല്ലേ, ആ ഒരു ടീമാണ് നമ്മുടെ സെലസ്റ്റിയൽ മേജേഴ്സ്. കൂടാതെ ഈ ഒരു ചർച്ച ചെയ്യുന്നവരുടെ ഇടയിൽ ഈ ഒരു ബ്രാജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നത്. കൂടാതെ സൂപ്പർ ഡ്രാഗൺ ബോൾ ഡിസ്ട്രോയ് ചെയ്തതും അവരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയാൻ തുടങ്ങുന്നു. അങ്ങനെ അവിടെയുള്ള ഒരുത്തൻ പറയാൻ തുടങ്ങും, ഞാൻ എന്താണോ വിചാരിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ വേറെ ഒരുത്തനും പറയാൻ തുടങ്ങും, ഞാൻ ഈ ഒരു ഗാർഡിയനായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അതായത് ഈ ഒരു ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആൾക്കാരൊക്കെ ഈ ഒരു യൂണിവേഴ്സിന്റെ ഗാർഡിയൻസ് ആണ്. കൂടാതെ ഇവരുടെ ഫേസും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല, ഷാഡോ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ അവർ പറയാൻ തുടങ്ങും ഈ ഒരു യൂണിവേഴ്സിലെ സുനോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഈ ഒരു യൂണിവേഴ്സിലെ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇവര് മാത്രമാണ് ഈ യൂണിവേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവനെ തന്നെ ഇവർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു വലിയ ലക്ഷ്യമുണ്ട്, ഇനിയൊരു വലിയ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായ മറ്റൊരു ക്യാരക്ടർ നമ്മുടെ ബ്രാജിനോട് ചോദിക്കും, നീ സുനോയെ അവർ തട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നീ തടയാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അവനോട് പറയും. അപ്പോൾ തന്നെ അവൻ പറയാൻ തുടങ്ങും, ഞാൻ ആ സമയം സെലസ്റ്റിയൽ മേജേഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് 7 തന്നെ നശിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു സുനോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ യൂണിവേഴ്സ് 7ലാണ് ഉള്ളത്. കൂടാതെ ഞാൻ അവരുടെ കൂടെ ഇപ്പോൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു യൂണിവേഴ്സ് തന്നെ നശിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഗോഡ്സിന്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും അവൻ പറയുന്നു. അങ്ങനെ അവിടെ ഉണ്ടായ ഒരുത്തൻ ജിനംബയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബ്രാജിൻ പിന്നെയും പറയും, ഞാൻ ഡീമൺ റെലത്തിൽ പോയിരുന്നു. അവിടെ പോയ സമയത്ത് നമ്മുടെ ഫ്രീസയും കൂളറും ചേർന്ന് അവിടെയുള്ള ആൾക്കാരെ ഒക്കെ അടിച്ചിട്ട് നമ്മുടെ ജിനംബയെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഈ സമയം നേരത്തെ പറഞ്ഞവൻ തന്നെ പിന്നെയും പറയും, എന്നാൽ നിനക്ക് ആ ഒരു ജിനംബയെ എങ്കിലും രക്ഷിച്ചാൽ മതിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നെയും പറയും. അപ്പോഴാണ് പിന്നെയും നമ്മുടെ ബ്രാജിൻ പറയുന്നത്, മോർട്ടൽസ് നല്ലവരാണോ മോശപ്പെട്ടവരാണോ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സെലസ്റ്റിയൽ ഗാർഡിയൻസ് ആണ്, ഗോഡ്സിന്റെ പെർമിഷനും ഒന്നുമില്ലാതെ നമ്മൾക്കൊന്നും തന്നെ യൂണിവേഴ്സിൽ ചെയ്യാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് ഇവരാണ് നമ്മുടെ സെലസ്റ്റിയൽ ഗാർഡിയൻസ്, എന്നാൽ ആ വില്ലന്മാരാണ് സെലസ്റ്റിയൽ മേജേഴ്സ്. ഇത് മാറിപ്പോകേണ്ട എന്ന് വെച്ചാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞത്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുണ്ടായ ഒരു സെയ്യനെ പോലെയുള്ള ഒരുത്തൻ ഉണ്ടാകും. അവൻ പെട്ടെന്ന് തന്നെ പറയും, ഇതൊക്കെ എന്ത് റൂൾസ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവരോടുമായി വഴക്കിടാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സെയ്യൻ സൂപ്പർ സെയ്യനായി മാറാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ പറയുന്നത്, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ട്രാൻസ്ഫോർമേഷൻ ഒന്നും മാറിക്കൂടാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. കൂടാതെ നമ്മൾ ഇപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ജെനോയോട് പോയിട്ട് പറയണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും ഇതിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരും പറയുന്നു. അപ്പോഴാണ് ആ ഒരു ബ്രാജിൻ എന്ന ക്യാരക്ടറിനെ കാണിക്കുന്നത്. ഈ ഒരു ബ്രാജിനെ കാണാൻ നമ്മുടെ പിക്കണ്ണെ പോലെയാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ യൂണിവേഴ്സ് 7 ആണ് കാണിക്കുന്നത്. അങ്ങനെ ഈ സമയം നമ്മുടെ വെജീറ്റ ആണെങ്കിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബിയറസും നമ്മുടെ വിസും തമ്മിൽ സംസാരിക്കുന്നു. 2 ആഴ്ചയായി നമ്മുടെ വെജീറ്റ ട്രെയിനിങ് ചെയ്യുന്നത്, അവൻ എന്തിനാണ് ട്രെയിനിങ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ
നമ്മുടെ ബിയറൂസ് പറയും കാക്കറോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയി മാറി. അപ്പോൾ നമ്മുടെ വെജീറ്റയും വെറുതെ ഇരിക്കുമോ? ഒരു മോർട്ടൽ ആയിട്ടുള്ള അവന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് മുഴുവനായും അവൻ ചെയ്യുമെന്ന് വെജീറ്റയെ പറ്റി നമ്മുടെ ബിയറൂസ് പറയുന്നു. അതുപോലെ നമ്മുടെ ആന്റി ലൈഫ് ഡിമെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അവിടെയാണ് നമ്മുടെ വെജീറ്റ ട്രെയിനിങ് ചെയ്യുന്നത്. അതായത് ഈ ഒരു യൂണിവേഴ്സിലുള്ള വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നിറയുന്നത് അവിടെയാണ്. അതായത് നമ്മുടെ ബിയറസ് ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വെജീറ്റയെ നോക്കിക്കഴിഞ്ഞാൽ ബിയറസ് ഒക്കെ ട്രെയിനിങ് ചെയ്തതിന്റെയൊക്കെ ഇരട്ടി സമയം അവൻ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് നമ്മുടെ ബിയറസ് വിസിനോട് പറയുന്നത് മുൻപുണ്ടായ സംഭവങ്ങളൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഈ സമയം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓറക്കൽ ഫിഷ് പറയും ഒരുപാട് എനിമീസ് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ മരിച്ചു, എല്ലാവരും മരിക്കാൻ പോവുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിച്ചും പെയ്യും പറയാൻ തുടങ്ങുന്നു. അങ്ങനെ ഇത് കേട്ടും ബിയറസ് അവന്റെ അടുത്ത് പോയി നീ എന്താടാ പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇതേ സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇടിമിന്നലും ചുഴലിക്കാറ്റൊക്കെ വരാൻ തുടങ്ങുന്നത്. അതായത് ആ ഒരു ആന്റി ലൈഫ് ഡിമെൻഷൻ ഇവിടേക്ക് വരികയാണ്. അങ്ങനെ ഇത് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ വിസ് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ആ ഒരു ബാരിയർ തകർത്തുകൊണ്ട് അതാ നമ്മുടെ വെജീറ്റ നമ്മുടെ ബിയറസിന്റെ പ്ലാന്റിലേക്ക് വരുന്നു. ബിയറസിന്റെ പ്ലാന്റിലേക്ക് വന്ന് അവിടെ ഒന്ന് എഴുന്നേറ്റ് നിന്നയുടൻ തന്നെ താഴേക്ക് വീഴും. അപ്പോഴേക്കും നമ്മുടെ വിസ് പറയും ബിയറസ് നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉള്ള കാര്യം ഓർമ്മയില്ലേ, അത് മറന്നുപോയോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ബിയറസ് അതെ ശരിയാണ്, വേഗം തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ബിയറസും ഇവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നു. ആ സമയമായിരിക്കും നമ്മുടെ വിസ് വെജീറ്റയെ ഹീൽ ചെയ്യാൻ തുടങ്ങുന്നു. അതായത് നമ്മുടെ വെജീറ്റ ആണെങ്കിൽ ട്രെയിനിങ് ചെയ്ത് തന്റെ ലിമിറ്റ് കഴിഞ്ഞ് അവസാനം മരിക്കാനായി എന്ന് തോന്നിയ സമയത്താണ് ഇവൻ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ അവസാനം നമ്മുടെ വിസ് തന്നെ വെജീറ്റയോട് ചോദിക്കും നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ വിസിന് ഒരു മെസ്സേജ് വരാൻ തുടങ്ങും. അതായത് ഏഞ്ചൽസിന് മാത്രമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, എന്തായാലും വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ വിസിനും എന്തോ ഒരു സംശയം വരാൻ തുടങ്ങും. കാരണം ഏഞ്ചൽസിന് മാത്രം ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് റെയർ ആയിട്ട് നടക്കുന്ന ഒന്നാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ യൂണിവേഴ്സ് 6 ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാഡോസും ഗോക്കുവും തമ്മിൽ ട്രെയിനിങ് ചെയ്യുകയാണ്. വാഡോസ് ആണെങ്കിൽ ക്യൂബ് പോലുള്ള സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഗോക്കുവിന് നേരെ അറ്റാക്ക് ചെയ്യുന്നു. ഗോക്കു ആണെങ്കിൽ തന്റെ ഹക്കായി പവേഴ്സ് ഉപയോഗിച്ച് ആ ഒരു കട്ടകളൊക്കെ പൊട്ടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ട്രെയിനിങ്ങിനിടയിൽ നമ്മുടെ വാഡോസ് പറയും മുൻപ് ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ചാമ്പയേക്കാൾ നല്ല രീതിയിൽ നീ ഇംപ്രൂവ് ആയിട്ട് വരുന്നുണ്ട്, ഇനി നീ ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഹക്കായുടെ 3 ടൈപ്പും പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. കൂടാതെ നീ ഇതൊക്കെ പഠിച്ചാലും എനർജി ഓഫ് ഡിസ്ട്രക്ഷനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ഗോക്കു പിന്നെയും വാഡോസിനോട് ചോദിക്കുന്നത് ഈ ഒരു ഹക്കായും എനർജി ഓഫ് ഡിസ്ട്രക്ഷനും തമ്മിൽ എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ വാഡോസും പറയും ഞാനിപ്പോൾ 1000 വട്ടം നിന്നോട് പറഞ്ഞു, എന്നാൽ ഞാൻ ഇത് അവസാനമായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഈ ഒരു എനർജി ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വെറും ഒരു എനർജി മാത്രമാണ്. അതിൽ നിന്ന് എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഹക്കായി. അതായത് ഞാൻ കറക്റ്റായി പറഞ്ഞു തരാം. അതായത് നമ്മുടെ സയൻസ് ഹ്യൂമൻസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഉള്ളിൽ ഒരു കീ എനർജി ഉണ്ട്. അതാണ് അവരുടെ യഥാർത്ഥ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മുടെ കാമേഹാമേഹ, ഫൈനൽ ഫ്ലാഷ്, അതുപോലെ സ്പെഷ്യൽ ബീം കാനോൺ പോലുള്ള പല എനർജി ബ്ലാസ്റ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു ഗോഡ്സിന്റെ ടെക്നിക്സ് ഉപയോഗിക്കണമെങ്കിൽ ഗോഡ്സിന്റേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അതാണ് ഈ ഒരു എനർജി ഓഫ് ഡിസ്ട്രക്ഷൻ. ഈ ഒരു എനർജിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഹക്കായി പോലുള്ള ടെക്നിക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെയും നമ്മുടെ ഗോക്കു പറയുന്നു എന്റെ ഉള്ളിൽ ഈ ഒരു പവർ ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്തോ ഇതൊരു വ്യത്യസ്തമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ വാഡോസും പറയും ഈ ഒരു ഗോഡിന്റെ പവർ എന്ന് പറയുന്നത് വ്യത്യാസമായിട്ടുള്ള ഒന്നാണ്. മറ്റുള്ള ഡിവൈൻ ക്രീച്ചേഴ്സിന്റെ പവറിൽ നിന്ന് ഈ ഒരു ഗോഡിന്റെ എനർജി തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരാൾ ഉള്ളത് പോലുള്ള ഒരു ഫീലാണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴേക്കും ഇത് കേട്ട് നമ്മുടെ ഗോക്കു അപ്പോൾ എന്റെ ഉള്ളിൽ ഒരു ഗോസ്റ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണോ പറയുന്നത് എന്ന് വാഡോസിനോട് ചോദിക്കും. വാഡോസ് പറയും ഗോസ്റ്റ് അല്ല, ഒരു ഡീമൺ ആണ് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ പവർ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഒരു ഡാർക്ക് എനർജി പോലെയാണെന്നൊക്കെ പറയാം. കാരണം ഇതിന്റെ പർപ്പസ് തന്നെ എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്യുക എന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു പവേഴ്സ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ നീ കഴിഞ്ഞതുപോലെ ഒരു ഡീമൺ ആയിട്ട് മാറാനുള്ള ചാൻസ് ഇനിയും ഉണ്ടൊക്കെ പറയുന്നു. അങ്ങനെ അതിനുശേഷമാണ് നമ്മുടെ വാഡോസ് മറ്റൊരു കാര്യം ഗോക്കുവിനോട് പറയുന്നത് മറ്റുള്ള ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനെ വെച്ച് നോക്കുമ്പോൾ നീ ഇപ്പോൾ 5ാം സ്ഥാനത്താണ് പവർഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്ടുമായി പിന്നെ വരാം.